ആത്മ എന്ന നമ്മുടെ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ആ പരിശീലനം തരുന്നത്. അപ്പൊ അതില് കൂടുതൽ ഇത് ക്ലാസ്സിന് ഇവിടെ കുറച്ച് ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. നമ്മളവിടെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് നിർമ്മാണവും അതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ ഇതിന് ഇതൊരു ആദ്യമായിട്ടായിരിക്കും ആത്മാ പദ്ധതിയിൽ തന്നെ ഇങ്ങനെ ഒരു വിഷയം ക്ലാസ്സിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ ഒരു സമ്പത്താണ് ഈ ആനത്തലവട്ടം കയർ സൊസൈറ്റി എന്ന് പറയുന്നത്. കയറും കയർ ഉൽപ്പന്നങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്. നമ്മൾ നല്ല രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതിനൊരു പരിശീലനമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് നിങ്ങളെ എൻ്റെയും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നടത്തുന്നുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്ത് കൂടെ ചേർത്ത് നമ്മൾ 45 ദിവസം കഴിഞ്ഞ് പാകമായി കിടക്കുന്ന വളമാണ്. ഇത് നമുക്ക് അരിച്ച് വൃത്തിയാക്കിയെടുക്കാൻ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കുന്നതിലും കുഴപ്പമില്ല. ഇതിൽ നാരിൻ്റെ അംശം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് വേറെ ദോഷമൊന്നുമില്ല. ഇങ്ങനെ അരിക്കാതെ നമുക്ക് ഉപയോഗിക്കാം. എന്നാലും പാക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അരിച്ച് ഉപയോഗിക്കുന്നതാണ് ഒരു പ്രത്യേകം. വളമല്ല, ഇത് വിളവാണ്. ആനത്തലവട്ടം കയർ സൊസൈറ്റിയിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് നിർമ്മാണ പരിശീലനത്തെ തുടർന്ന് നിർമ്മിക്കപ്പെട്ട കമ്പോസ്റ്റ് നമ്മുടെ കർഷക സുഹൃത്തുക്കളും ബഹുമാനപ്പെട്ട മെമ്പർമാരും ചേർന്ന് പാക്കറ്റുകളിലാക്കുകയാണ്. ഔറംഗസീബേട്ട എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു വളം ഫാക്ടറി നമുക്കുണ്ടെങ്കിൽ? ഇത് നന്നായി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഞങ്ങള് ചാണകം കൊണ്ടുള്ള കമ്പോസ്റ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇത് ചകിരിച്ചോറിന് ഇത്രയും നല്ല മേന്മേറിയ ഈ വളം കിട്ടുമെന്ന് ഇവിടെ മനസ്സിലാക്കി.